എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. നമ്മളുടെ കരിയർ ഹെൽപ്സിൽ ജോയിൻ ചെയ്ത ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുള്ള കുറച്ച് സംശയങ്ങൾക്കുള്ള ഒരു മറുപടി വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്ന കുട്ടികൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ, നമ്മളുടെ കരിയർ ഹെൽപ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് ഇതുപോലുള്ള ക്ലാസ്സുകളും അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സും അതിന്റെ അപ്ഡേറ്റ്സും കേരളത്തിലും കേരളത്തിന് പുറത്ത് നടക്കുന്ന അഡ്മിഷൻസിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ കോളേജസിനെ കുറിച്ചിട്ടുള്ള ഡൗട്ട്സ്, ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. ഇതിൽ പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ തന്നെ എല്ലാ വീക്ക്ലി വൺസ് സൺഡേസിൽ നമ്മൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അതായത് നിങ്ങളുടെ സംശയങ്ങളും അതേപോലെ തന്നെ എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഏത് കോളേജിൽ പോയി പഠിക്കണം എന്നുള്ളതോ അല്ലെങ്കിൽ കോളേജസിന്റെ അഫിലിയേഷനെ കുറിച്ചിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴി ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിൽ പോവാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പല കുട്ടികളും ഇപ്പോൾ +2 കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് പെട്ടെന്ന് പഠിച്ച് ജോലിക്ക് കയറണം എന്നുള്ള ഒരു ആഗ്രഹത്താലൊക്കെ ഏത് കോഴ്സ് എടുക്കണം, അതായത് ഇപ്പോൾ ഡിഗ്രി എടുക്കണോ അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ മെഡിക്കൽ കോഴ്സിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, വേറെയും നമുക്ക് ഡിഗ്രീസ്, പല ഡിഗ്രീസ് നമുക്ക് ഡിപ്ലോമ ആയിട്ടും ഡിഗ്രി ആയിട്ടും ഇപ്പൊ പല രീതിയിൽ ബിവോക്ക്, BSS ഇങ്ങനെയുള്ള ഒരുപാട് ഡിപ്ലോമ കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് പേഴ്സണലി അഭിപ്രായങ്ങൾ ചോദിക്കുന്ന കുട്ടികളോട് ഞാൻ മാക്സിമം പറയാറുള്ളത്, നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോഴ്സ് പഠിക്കണം, പെട്ടെന്ന് ഒരു ജോലിക്ക് കയറണം, ഇങ്ങനെയുള്ള ഒരു എയിം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുക്കുക, ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ള ഫീൽഡ് മെഡിക്കൽ ഫീൽഡാണ്, പാരാമെഡിക്കൽ അലൈഡ് ഹെൽത്ത് ആൻഡ് ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഫഷൻ ആണ് ഒപ്റ്റോമെട്രി, BSc ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. അതായത് നമുക്ക് സ്വന്തമായിട്ട് ക്ലിനിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്യാൻ ഗ്ലാസുകളും കോണ്ടാക്ട് ലെൻസുകളും ലോ വിഷൻ ഗ്ലാസുകളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഫഷൻ ആണ് BSc ഒപ്റ്റോമെട്രി. അപ്പൊ ഇനിയിപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാട്ടോ, ഒപ്റ്റോമെട്രിയുടെ കാര്യം മാത്രമല്ല. അപ്പൊ ഈ ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് ആവാൻ ഇപ്പൊ ഞാൻ പഠിച്ചത് +2 കഴിഞ്ഞിട്ട് നിങ്ങളെ പോലെ തന്നെ LBS അലോട്ട്മെന്റ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് അതിൽ അലോട്ട്മെന്റ് കിട്ടി. അങ്ങനെ 4 വർഷത്തെ BSc ഡിഗ്രി കോഴ്സാണ് ഞാൻ ഓപ്റ്റ് ചെയ്തത്. ഓക്കെ, ഇനി ഇതല്ലാണ്ട് എനിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നത്, +2 കഴിഞ്ഞിട്ട് ഇതിന്റെ തന്നെ സെയിം ഒപ്റ്റോമെട്രിയുടെ തന്നെ 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. അപ്പൊ അതിന് ഒഫ്താൽമിക് അസിസ്റ്റന്റ് എന്നാണ് പറയുന്നത്. ഇതേപോലെ തന്നെ കേരള ഗവൺമെന്റിന്റെ അണ്ടറിൽ തന്നെ നിങ്ങൾക്ക് ഡിപ്ലോമ ലെവലിലും ഒപ്റ്റോമെട്രി പഠിക്കാം. അപ്പൊ ഒപ്റ്റോമെട്രി ഇപ്പൊ ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞാലും ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാലും ഒപ്റ്റോമെട്രിസ്റ്റ് തന്നെയാണ്, ഒരേ ജോലി തന്നെയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിഗ്രി പഠിച്ച കുട്ടികൾക്ക് പിന്നീട് അവർക്ക് എന്തെങ്കിലും ഗ്രാജുവേഷൻ ചെയ്യാൻ, ഇപ്പൊ ലൈക്ക് ഇപ്പൊ MSc, നമ്മൾ ടീച്ചിങ് ഫീൽഡിലേക്ക് അവർക്ക് വരണം എന്നുണ്ടെങ്കിൽ ഒപ്റ്റോമെട്രിയുടെ നിങ്ങൾക്ക് MSc ഒപ്റ്റോമെട്രി എടുക്കാം. എന്നാൽ ഈ ഒരു കേസിൽ ഡിപ്ലോമ പഠിച്ച കുട്ടികൾക്ക് MSc ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല. അവര് ഡിപ്ലോമ കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിട്ട് വേണം MSc എടുക്കാൻ. ആ ഒരു ഡിഫറൻസ് ആണുള്ളത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ഗ്രാജുവേഷൻ, ഡിഗ്രി ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കുറച്ച് ഒന്നും കൂടെ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് MSc അല്ലെങ്കിൽ PhD ആ ഒരു ലെവലിലൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാം. അതിപ്പോ ഒപ്റ്റോമെട്രിയുടെ മാത്രമല്ല, എല്ലാ ഡിഗ്രി കോഴ്സുകളും എല്ലാ മെഡിക്കൽ കോഴ്സുകളും അങ്ങനെയാണ്. പക്ഷെ ഡിപ്ലോമ എടുക്കുന്ന കുട്ടികൾക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 വർഷം പഠിച്ചാൽ മതി, പെട്ടെന്ന് ജോലി കിട്ടും. അപ്പോൾ അവരുടെ ആ ഒരു കരിയർ അവിടെ ബ്രേക്ക് ആവുകയാണ്. പിന്നെ അവർക്ക് ഇനി ഒരു ഹയർ എഡ്യൂക്കേഷൻ പോസിബിൾ ആവണമെങ്കിൽ അവർ അതിന്റെ ഗ്രാജുവേഷൻ എടുക്കണം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോ ഒപ്റ്റോമെട്രിന്റെ കേസ് ഞാൻ പറയുകയാണെങ്കിൽ, ഇതിലൊരു പോസിറ്റീവ്, ഇപ്പൊ ഡിപ്ലോമ എടുക്കുന്ന കുട്ടികളുടെ ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് കേരളത്തില് കേരള ഗവൺമെന്റിന്റെ തന്നെ ഡിപ്ലോമയും ഡിഗ്രിയും അവൈലബിൾ ആണ് ഒപ്റ്റോമെട്രിയുടെ കാര്യത്തിൽ. അതേപോലെ തന്നെ MLT ഫാർമസി കോഴ്സുകൾക്കൊക്കെ ഡിപ്ലോമ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡിപ്ലോമ പഠിച്ച കുട്ടികൾക്ക് ഡയറക്റ്റ് അവർക്ക് PSc എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ 2 വർഷം നമ്മൾ കഷ്ടപ്പെട്ട് അവരെ പഠിച്ച് അവർക്ക് PSc എക്സാം എഴുതുന്നതും, 4 വർഷം നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് PSc എക്സാം എഴുതുന്നതും, 2 വർഷം ഈ ഡിഗ്രി പഠിച്ച കുട്ടികൾക്ക് എക്സ്ട്രാ പഠിക്കണമല്ലോ. പക്ഷെ PSc എക്സാം എഴുതിയിട്ട് അവർ ക്വാളിഫൈഡ് ആയിട്ട് അവർക്ക് സർവീസിൽ കയറി കഴിഞ്ഞാൽ 2 പേർക്കും ഒരേ സാലറിയാണ്. അപ്പൊ ഡിപ്ലോമക്കാർക്ക് വേറെ സാലറി, ഡിഗ്രിക്കാർക്ക് വേറെ സാലറി ഇല്ല ഒപ്റ്റോമെട്രിയുടെ കാര്യത്തിൽ. പക്ഷെ MLT പോലുള്ള
കോഴ്സുകൾക്ക് സെപ്പറേറ്റ് എക്സാം ഉണ്ട്. ഇപ്പൊ DMLTക്ക് ഡിപ്ലോമ MLTക്ക് ഒരു സെപ്പറേറ്റ് എക്സാമും BSCക്കാർക്ക് സെപ്പറേറ്റ് എക്സാമും ഉണ്ട്. അപ്പോൾ ചെറിയ സാലറി വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. സോ ഞാൻ പറഞ്ഞു വരുന്നത്, എപ്പോഴും നമ്മൾ എടുക്കുന്ന സമയത്ത് ഡിഗ്രി ചൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫർദർ നമുക്ക് എന്തെങ്കിലും ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു PhD ഒക്കെ പ്രോഗ്രാം ഒക്കെ ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫെലോഷിപ്പ് ചെയ്യണം, ഓക്കെ, അല്ലെങ്കിൽ MSc ഇതിന്റെ ഒരു അപ്ഗ്രേഡ് കോഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഡിഗ്രി പഠിച്ചവർക്ക് അതിന് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഡിപ്ലോമ പഠിച്ചവർക്ക് ആ ഒരു ഓപ്ഷൻ അവിടെ കട്ടാവുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഫീ സ്ട്രക്ചറിലും ഓൾറെഡി നമ്മൾ ഇയർ സ്ട്രക്ചറിലൊക്കെ വേരിയേഷൻസ് ഉണ്ടല്ലോ. അപ്പൊ 4 വർഷം 2 വർഷം പഠിക്കുമ്പോൾ ഫീ സ്ട്രക്ചറിൽ വേരിയേഷൻ ഉണ്ടാവും. 4 വർഷത്തിൽ ചിലപ്പോൾ 1 ലക്ഷം വെച്ചിട്ടാണ് 1 ഇയർ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ 4 ലക്ഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാൽ ഇവിടെ ഡിപ്ലോമ പഠിക്കണമെങ്കിൽ നമുക്ക് 2 വർഷം അല്ലെങ്കിൽ 2 ലക്ഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇപ്പൊ പൈസയുടെ കാര്യത്തിലാണെങ്കിലും ഡിപ്ലോമ പഠിക്കാൻ എപ്പോഴും ഫീസ് കുറവാണ്. ഡിഗ്രി ആവുമ്പോൾ 4 വർഷവും അല്ലെങ്കിൽ 4.5 വർഷം 5 വർഷമൊക്കെ വരുമ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിലുള്ള ഫീസ് നിങ്ങൾ കാണണം. അപ്പോൾ ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലെ സാഹചര്യവും എല്ലാം ഒരേപോലെ ആവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ ഡിഗ്രിയോ ഡിപ്ലോമയോ ചൂസ് ചെയ്യുക. ഏറ്റവും ബെറ്റർ എപ്പോഴും BSc ഗ്രാജുവേഷൻ എടുക്കുന്നതാണ്. കാരണം ഇപ്പൊ കോമ്പറ്റീഷൻ കൂടുതലാണല്ലോ. ഒരുപാട് കുട്ടികൾ പഠിക്കുന്നു, ഒരുപാട് കുട്ടികൾ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. അപ്പോൾ BSc പഠിച്ചു കഴിഞ്ഞാൽ അതിന് ആ ഒരു സർട്ടിഫിക്കറ്റിന് അതിൻ്റെതായിട്ടുള്ള ഒരു പവർ ഉണ്ടാവും. ഓക്കെ, ഇനി ഡിപ്ലോമ പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിരുത്സാഹപ്പെടുത്തില്ല. പക്ഷെ പല ഘട്ടങ്ങളിലും ഇപ്പൊ ഗൾഫിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കും ഇപ്പൊ മെഡിക്കൽ ഫീൽഡിന്റെ കാര്യമാണെങ്കിൽ അവിടെയൊക്കെ പ്രോമെട്രി അല്ലെങ്കിൽ നമുക്ക് എക്സാംസ് ഡാറ്റ ഫ്ലോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ചില കൺട്രീസിൽ ഡിപ്ലോമ വാലിഡ് ആവാതെ വരും. ഡിഗ്രി തന്നെ വേണം എന്ന് പറയും. അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചവർക്ക് കുറച്ചുകൂടെ പ്രയോറിറ്റി ഉണ്ട് എന്ന് പറയും. അപ്പൊ ആ ഒരു അവസരത്തിൽ നമ്മൾ വെറുതെ ആ ഒരു ബാക്കിലേക്ക് നിൽക്കണ്ടല്ലോ. അപ്പോൾ ചൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. സോ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മളെ ചാനൽ ഫോളോ ചെയ്യുക. കുട്ടികൾക്ക് ഉപകാരപ്പെട്ട ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനി വരുന്ന വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, ഈ ഒരു ചാനലിൽ നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ ഇൻസ്റ്റഗ്രാമിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യണം, പേഴ്സണലി കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ID ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് DM ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അയക്കാവുന്നതാണ്. പക്ഷെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലാസ്സുകളും കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കോളേജ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവിടെയുള്ള അഡ്മിഷൻസ്, ഇപ്പൊ കേരളത്തിന് പുറത്താണെങ്കിലും അഡ്മിഷൻസ്, ഫീ സ്ട്രക്ചർ, ഇതൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യണം. ഫ്രീ ആണ്, എല്ലാ വർഷങ്ങളും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ എന്തെങ്കിലും ഈ ഡിഗ്രി ഡിപ്ലോമയെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം. അപ്പൊ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടേക്ക് കെയർ.